അപ്പം സെറാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് സെറായുടെയും അപ്പു ജോണയുടെയും അച്ഛൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഞങ്ങളിന്ന് വൈകുന്നേരം ഉണ്ടാക്കി. ഞാൻ പക്ഷേ ആവിയിൽ പുഴുങ്ങിയതാണ് കൂടുതലും നമുക്ക് കൊടുത്തു വിടാറുള്ളത്. ഇഡലി, ഇടിയപ്പം, ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാലും ഞാൻ പാലയിലേക്കത് കഴിക്കാം. നാടൻ പലഹാരമായതുകൊണ്ട് നാടൻ രീതിയിൽ തന്നെ കഴിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കാണിക്കാം. കാന്താരി ചുമന്നുള്ളിയും കൂടെ വെച്ച് ഇവിടെ ചമ്മന്തി എന്നാ പറയണേ. ഞങ്ങൾ മുളകിടിച്ചതെന്ന് പറയും, പക്ഷെ ഇവിടെ ചമ്മന്തി എന്നാ പറയുന്നത്. നിങ്ങളൊക്കെ ഇതിനൊക്കെ എന്താ പറയണെന്ന് കമന്റ് ഇടണം കേട്ടോ. മുളക് എനിക്ക് ഈ ചമ്മന്തി എനിക്കിഷ്ടം. മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചാരിച്ച് വരും. പിന്നെ അത് സബോള ഉള്ളിയൊക്കെ ഇട്ടാൽ നല്ല കഴിക്ക്. എന്നിട്ട് അങ്ങനെ എനിക്ക് ഈ മുളക് ചമ്മന്തിക്കകത്തൊക്കെ ചുമന്നുള്ളി ഭയങ്കര ഇഷ്ടമാണ്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുഞ്ഞാറ്റയ്ക്ക് തൈര് ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? കാന്താരി മുളകും ഈ ചമ്മന്തി. തൈരിനകത്ത് ഈ മുളക് ചമ്മന്തി തന്നെ ഇട്ട് വെച്ചേക്കണേ. കുഞ്ഞുങ്ങൾക്ക് എരിവ് പറ്റാതിരിക്കാനും. 4 മണി പലഹാരം എന്നാന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഇതൊക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും ഒന്ന് പറയണം കേട്ടോ. ഇങ്ങനത്തെ ചമ്മന്തി കൂട്ടിയൊക്കെയാണ് നിങ്ങൾ കഴിക്കാറുള്ളതെന്നും പറയണം അല്ലേ? പറഞ്ഞേ, ഇതിനെപ്പറ്റി എന്നാ പറയാനുള്ള കുഞ്ഞാറ്റയ്ക്ക് അവരോട് പറ. ഇനി അങ്ങോട്ട് നോക്കാനുണ്ട്. പറഞ്ഞേ. അതല്ല, എല്ലാവരോടും എന്തെങ്കിലും പറയാനുണ്ടോ? കുഞ്ഞാറ്റയ്ക്ക് കപ്പ പുഴുക്ക ഇഷ്ടം. തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ വേവിക്കുകയല്ലേ, അതാ കുഞ്ഞാറ്റയ്ക്ക് ഇഷ്ടം. അതാ ഇവിടെ എപ്പോഴും ഇവിടെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോയി മേടിച്ച് കഴിക്കും. അടിപൊളിയാ. അപ്പൊ ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.